ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 149/2025 ചോദിച്ച PYQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ചുള്ള തന്നിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന മാത്രമാണ് ശരി. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. അബേസിയസ് ആൻഡ് മിറാബോ എന്നിവരാണ് ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതാനാണ്. ശരിയായിട്ട് വരുന്നത് ആദ്യം ആറ്റിങ്ങൽ കലാപം 1721, കുളച്ച യുദ്ധം, തൃപ്പടി ദാനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡി എന്ന് വെച്ചാൽ രണ്ട് മാത്രമാണ്. നിഴത്താങ്കലുകൾ എന്ന് പറയുന്ന വൈകുണ്ഠസ്വാമികൾ. നിഴത്താങ്കലുകൾ വൈകുണ്ഠസ്വാമികൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹരണ സമരവും ബന്ധമില്ലാത്തത് എൽബർട്ട് ബിൽ വിവാദമാണ്. നിസ്സഹരണ സമരവുമായി ബന്ധമില്ലാത്തത്, നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ടത് ചൗരി ചൗര സംഭവം, ബേസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനം, ഖിലാഫത്ത് പ്രസ്ഥാനം. ചൗരി ചൗര സംഭവവും ബേസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. ഇ.വി. രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. ഇ.വി. രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുന്നു. അമേരിക്ക ഐക്യനാടുകളുടെ സുരക്ഷിതത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ തന്നിരിക്കുന്ന ഏത് പ്രദേശമാണിത്? ഗ്രീൻലാൻഡ് ആണ്. വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവന ശരിയായത് 1ഉം 2ഉമാണ്. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായി വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് കനിഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. അപ്പോൾ എന്താണ് ശൈലവൃഷ്ടി? പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായി വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് കനിഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിലെ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളുമാണ്. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അഗുൽഹാസ് പ്രവാഹം. കുരോഷിയോ പ്രവാഹം എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ലാബ്രഡോർ പ്രവാഹം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഹംബോൾട്ട് പ്രവാഹം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രത്തിലുമാണ്. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രം, കുരോഷിയോ പസഫിക് സമുദ്രം, ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രം, ഹംബോൾട്ട് പ്രവാഹം എന്ന് പറയുന്ന ആർട്ടിക് സമുദ്രം. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത്: പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ചു കടന്നു പോകുന്നു. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ചു കടന്നു പോകുന്നു. അപ്പോൾ പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ് പശ്ചിമഘട്ടം. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ചു കടന്നു പോകുന്നു. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്: 3 പ്രസ്താവനയും ശരിയാണ്. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശനബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകൾ ഇത് പ്രയോജനമാണ്. അപ്പോൾ വിദൂര സംവേദനം എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശനബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകൾ ഇത് പ്രയോജനകരമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് 1ഉം 2ഉം 3ഉം ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം.
ഭൂവൽക്കത്തിന് കാമ്പിനും ഇടയിലായി മാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കൽ ഇരുമ്പും കൊണ്ടാണ് നിർമ്മിതമാണ്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിന് കാമ്പിനും ഇടയിൽ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കൽ ഇരുമ്പും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയെ ISROയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന. നൈസർ ദൗത്യം 1ഉം 2ഉമാണ് ശരി. ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് നൈസർ. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേ സിംഗ് അൽവാലിയ ആണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തരമഹാസമതലത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയുടെ ധാന്യപുരയാണ് ഉത്തരമഹാസമതലം. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശമാണ് ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? പ്രചലിത നിക്ഷേപം ഉള്ളവർക്കാണ് ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത്. പ്രചലിത നിക്ഷേപം ഉള്ളവർക്ക്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 1, 2, 3 ശരിയാണ്. തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന് കാരണം പ്രൈമറി സെക്കൻഡറി മേഖലയുടെ വികസനം കൂടുന്നതനുസരിച്ച് സേവനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചു. അതേ പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതനുസരിച്ച് സേവനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തു. സേവനം കൂടുതൽ ഡിമാൻഡ് ചെയ്തു. ICT പോലുള്ള സേവനങ്ങൾ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേക്കിംഗ് ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട് ശരിയായത് 1, 3 ശരിയാണ്. 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ് മേക്കിംഗ് ഇന്ത്യ. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ മേക്കിംഗ് ഇന്ത്യ സംരംഭം ശരിയായിട്ടുള്ളത് 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ്. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ബില്ല് പരിഗണിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക പാലാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പാക്കാൻ നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ ഭേദഗതി 106 ഭരണഘടനാ ഭേദഗതി ആണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നവ ഏതൊക്കെയാണ്? പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർ വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് ആണ് തെറ്റായത്. അതായത് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദകമാണ് എന്നത് തെറ്റായിട്ടുള്ളതാണ്. നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക സാമൂഹ്യ നീതിക്ക് ഊന്നൽ നൽകുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയെല്ലാം ശരിയാണ്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം, ആണവോർജ്ജം, തുറമുഖങ്ങൾ, ആദായ നികുതിയാണ്. പ്രതിരോധം വരുന്നുണ്ട്, ആണവോർജ്ജം, തുറമുഖങ്ങൾ, ആദായ നികുതി. സംസ്ഥാന ലിസ്റ്റിൽ മൃഗസംരക്ഷണം, പൊതുജന ആരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിലുകളാണ്. സംസ്ഥാന ലിസ്റ്റിൽ മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിലുകൾ. കൺകറൻറ്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കലാണ്. സംസ്ഥാന ലിസ്റ്റിൽ മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിലുകൾ വരുന്നു. ഇന്ത്യൻ ഭരണയുടെ ഹൃദയാത്മാവ് എന്ന് വിശേഷിക്കുന്ന മൗലികാവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് 2ഉം 4ഉമാണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അനന്യം പദ്ധതി. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അനന്യം പദ്ധതി. കേരളത്തിൽ GSDP
യിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല തൃതീയ മേഖലയാണ്. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് 2, 3, 4 ആണ്. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബദ്ധ ബില്ല് ഉൾപ്പെടാത്തത് ഏത്? കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബദ്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് മിച്ചഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ.എൻ. ഹരിലാലാണ്. 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാന് കെ.എൻ. ഹരിലാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആര്? രവാഡ എ. ചന്ദ്രശേഖർ. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപ്പന്റിയർ, ജെന്നിഫർ എഡ്വേർഡ്ന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ച ക്രിസ്പർ കാസ്9 ആണ്. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്ന ഏത് നാമത്തിലാണ്? സൂപ്പർ ബഗുകൾ. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ലൈസോസൈം. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടാണ്? വേദനയാണ് നോസിസ്പെക്ഷൻ. താഴെ തന്നിരിക്കുന്ന DNA ഇല്ലാത്ത നൈട്രജൻ ബേസ്. DNA ഇല്ലാത്ത നൈട്രജൻ ബേസ് ആണ് യുറാസിനാണ് DNA ഇല്ലാത്ത നൈട്രജൻ ബേസ്. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. അനേറോബിക് ശ്വസനം നടക്കുന്നത് ബാക്ടീരിയയിലാണ്. അനേറോബിക് ശ്വസനം നടക്കുന്നത് ബാക്ടീരിയയിലാണ്. RBCയിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം r-ഉം ഫോക്കസ് ദൂരം f-ഉം ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് F=r/2 ആണ്. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിൻ്റെ സ്ഥാനാന്തരം 0 ആണ്. മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശിവശക്തി. അപ്പാർ-ID ബന്ധപ്പെട്ട താഴെ കൊടുത്തതിന് ശരിയായത് ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ് ID ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് C ആണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഗ്രാഫൈറ്റ്, വജ്രം എന്നിവ കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. പ്രകൃതിദത്തമായ ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ? ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത് ഹീലിയവും നിയോണുമാണ്. ഉത്കൃഷ്ടവാതകം ഹീലിയവും നിയോണുമാണ്. കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായിട്ടുള്ള D മാത്രമാണ്. ശരിയായത് A, B, C എന്നിവയാണ്. കാർബൺ ഡയോക്സൈഡ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വാതകമാണ്. കാർബൺ ഡയോക്സൈഡ് അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡയോക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. ഇത് ഇത്രയും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു അമ്ലമഴയ്ക്ക് കാരണമായ വാതകം എന്ന് പറയുന്നത് സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡുമാണ്. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും അമ്ലമഴയ്ക്ക് കാരണമായ വാതകമാണ്. താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായത് 1ഉം 2ഉമാണ്. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. സെപ്റ്റംബർ 16. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം നീലക്കുയിലാണ്. വരിക വരിക സഹചരെ സഹനസമര സമരമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. താഴെ പറയുന്നവയെ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? കുച്ചിപ്പുടിയാണ്. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഭീമസേനൻ. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട്? ക്രിക്കറ്റാണ്. സാധനങ്ങളിലെ ദ്വിമാന കോഡിൻ്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് QR കോഡ് റീഡർ. ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണമാണ് മൊസില്ല ഫയർഫോക്സ്. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്ന ഹബ്ബ്. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകവും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗാണ്
മാർക്യൂ. കേരളത്തെ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? സ്പെഷ്യൽ ജുവനൈൽസ് പോലീസ് യൂണിറ്റ് ആൻഡ് ലോക്കൽ പോലീസ്. വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗികബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റം ആയി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു വകുപ്പ് സ്ത്രീകളോടുള്ള വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ വിയേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് വകുപ്പ് എന്ന് വെച്ചാൽ 497 ആണ്. പട്ടികജാതി പട്ടികവർഗ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ് ആർട്ടിക്കിൾ 17. ബഹിരാകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ പരമാവധി എണ്ണം എത്രയെന്ന് വെച്ചാൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം 10 ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ് പിന്തുണയോടെയുള്ള OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് സി സ്പേസ്. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിൻ്റെ നടത്തിപ്പ് നിരീക്ഷിക്കുക ഏത് അധികാരിയാണ് ഉത്തരവാദി? കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷൻ. ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമം കോടതിയെ സഹായിക്കുകയും ചെയ്യുക. I just forgot to bring the book. Identify the part of speech of underlined word interjunction ആണ്. Choose the correct pair of preposition to complete the sentence. The documentary will screen dash the conference hall dash the second floor tomorrow. Screen in ആണ്. Hall on the second floor tomorrow ആണ്. Use the correct tense from the complete given sentence. They dash the club year ago. Joined ആണ് വരുന്നത്. Filling the blank using the correct word to complete the idiom. A boat from the blue ആണ് വരുന്നത്. Correct the following sentence active voice to passive voice. They selected him. He was selected by them ആണ് വരുന്നത്. Find out the incorrectly spelled word from the option given below. Correct incorrect ആയിട്ടുള്ളത് C ആണ് വരുന്നത്. Find out the idiom means decide to or agree to stop doing something. Assuage answer aggravate ആണ് വരുന്നത്.